ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കാസർഗോഡേക്ക് ഒരു യാത്ര പോവുകയാണ്. രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അനിയത്തിയുടെ ഭർത്താവും പിന്നെ എൻ്റെ അമ്മായി, ആങ്ങള, മൂത്ത ആങ്ങള, പിന്നെ അനിയൻ, അവരെല്ലാം ഒരു വണ്ടിയിൽ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൽ വിട്ടു. ഇതിനകത്ത് എൻ്റെ ഇക്കായും പിന്നെ എൻ്റെ ഉപ്പ, ഉമ്മ, പിന്നെ അനിയത്തിയുടെ മോള്, ആങ്ങളയുടെ മൂത്ത ആങ്ങളയുടെ മോന് എല്ലാം ഇതിനകത്ത് കയറി. അവർ പുറകെ വരുന്നുണ്ട്, നമ്മൾ മുന്നേ വിട്ടു. ഇപ്പം നമ്മൾ പോകുന്നത് അനിയത്തിയുടെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ അവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അവർ വന്നില്ല, അനിയത്തിയൊന്നും വന്നില്ല. അനിയത്തിയുടെ മോള്, ചെറിയ മോള് ഛർദ്ദിച്ച് ഭയങ്കര വയ്യാതായതുകൊണ്ട് അവർ അവിടെ നിർത്തിയായിരുന്നു വഴിയിൽ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മുന്നേ വന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും അവർ കാപ്പിയൊക്കെ റെഡിയാക്കിയായിരുന്നു. പിന്നെ കാപ്പിയൊക്കെ കഴിച്ച് അവിടുന്ന് ഇപ്പം പോകാൻ ഇറങ്ങുവാണ്. അനിയത്തിയുടെയൊക്കെ വണ്ടി ഫ്രണ്ടിൽ പോയി. പിന്നെ ഞങ്ങൾ പുറകെ പോവാണ്. ഇവരിപ്പോൾ പരപ്പയിലാണ്. പരപ്പയിൽ ഇപ്പം ഇനി അടുത്ത ഞങ്ങൾ കാസർഗോഡേക്ക് പോവാണ്. കാസർഗോഡ് ബീച്ചിലും അവിടെയൊക്കെ പോകാമെന്ന് കരുതി. പിന്നെ ഉമ്മയുടെ ചേട്ടത്തിയുടെ മോളുണ്ട്, ജംഷീർത്ത, അവരുടെ വീട്ടിലും പോകണം. അങ്ങനെ മൊത്തം എല്ലായിടും കറങ്ങി വരാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. ഇതിപ്പോൾ നമ്മൾ ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ദാഹലം മാറ്റി. അപ്പോഴത്തേനും അനിയത്തിയുടെ ഒന്നും വണ്ടി വന്നില്ല. പിന്നെ അവർ വരാൻ വേണ്ടി അവിടെ നിൽക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ അവിടെ കടയിലുള്ള ആൾ പറഞ്ഞു, അതെ അവിടെ ഒരു ബീച്ചുണ്ട്, പിന്നെ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം, അത്ര ആളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, നിങ്ങൾക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാൽ ഇക്ക പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ അങ്ങോട്ട് പോവുകയാണിത്. ആളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ആരുമില്ല, അവർ പറഞ്ഞു നമ്മൾ സമയം കളയാൻ വേണ്ടി. ഇനിയും കടല്, ഇനിയും അടുത്ത കടല്. അങ്ങനെ അനിയത്തിയുടെ ഒക്കെ വണ്ടി വന്നു. പിന്നെ അവർ, എൻ്റെ ആങ്ങളമാർ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയി. ജംഷീർത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ, ഉമ്മയുടെ ചേട്ടത്തിയുടെ മോളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചു. ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അവർ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഇത് അങ്ങോട്ടുള്ള വഴിയാണ്.
ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും അവർ ഫുഡൊക്കെ റെഡിയാക്കിയായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് വന്നവർ പറഞ്ഞപ്പം അവർ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ അങ്ങോട്ട് പോവാണ്. സൂര്യൻ അസ്തമിക്കാറായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് തന്നെ ഞാനത് വീഡിയോ പിടിച്ച്. സൂര്യനെല്ലാം പോയി ഇതെൻ്റെ ഇളയ ആങ്ങളെയാണ്. അവൻ കുഞ്ഞിനെ എടുത്ത് അഫ്നുമോനെ എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ എനിക്ക് പേടിയാതെ ഒച്ചയാക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യലായ കല്ലുമ്മക്കായി ചൂടോടെ മേടിച്ചത് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോഴാണ് ജംഷീർത്ത പറയുന്നത് മാലിക് ദിനാർ അടുത്താണെന്ന്. പിന്നെ അവിടേക്ക് പോയി ഞങ്ങൾ. കാണുന്ന മാലിക് ദിനാറിൻ്റെ കവാടമാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ സലാത്ത് നടക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞങ്ങൾ അതിലെല്ലാം ആണുങ്ങളെല്ലാം സലാത്തിൽ പങ്കെടുക്കാൻ അപ്പുറത്തൂടെ പോയി. 2 ഭാഗത്തൂടെ പോകേണ്ട. പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലവും ആണുങ്ങൾക്ക് വേറെ സ്ഥലമായിരുന്നു. അപ്പോൾ ആ പെണ്ണുങ്ങളെ ഏരിയയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ സലാത്തൊക്കെ ചൊല്ലി യാസീനൊക്കെ ഓതി സിയാർത്ത് ചെയ്ത് ആണുങ്ങൾ ഇപ്പുറത്ത് പോയി ഇഷായൊക്കെ നിസ്കരിച്ചു. ഇഷ നിസ്കരിക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പം ജംഷീർത്താൻ്റെ കടയാണ്. അവർ നടത്തുന്ന ഷോപ്പാണ്. ഇവിടെ മലബാർ സ്പെഷ്യൽ മുട്ടായികളൊക്കെ ഉണ്ട്. പഴയ നൊസ്റ്റാൾജിക്കൽ മുട്ടായി, ഈ അച്ചാർ, പിന്നെ ടോയ്സ്, കുട്ടികളുടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് കുറേ സാധനങ്ങൾ, പിള്ളേർക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചെല്ലാവരും. പിന്നെ കുറേ പഴമയിലേക്ക് പോകുന്ന കുറേ മുട്ടായികളൊക്കെ നമ്മുടെ പഴയ കുട്ടിക്കാലത്തിലേക്ക് പോയി. അതൊക്കെ കണ്ടപ്പോഴത്തേന് അത് കുറേ മേടിച്ചു. അടിപൊളിയായിരുന്നു.
ജംഷിത്താൻ്റെ ഭർത്താവ്. അവിടുത്തെ സ്പെഷ്യലായിട്ട് ചക്കി മുളകിട്ടത് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. പിന്നെ ഇത് അനിയത്തിയുടെ ഭർത്താവ് ഇപ്പോൾ കഴിച്ചു നോക്കുകയാണ്. അടിപൊളിയാന്ന് പറയുന്നത്. എൻ്റെ ആളെ അടിപൊളിയാന്ന് പറയുന്നത്. അവരൊക്കെ കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞു. ഇത് ഐറ്റാണ്. ഇതിപ്പോൾ ആണിസോഡ പറഞ്ഞിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഇതാണ്. മാംഗോ ഫ്ലേവറും പിന്നെ പച്ചമാങ്ങ ഫ്ലേവറിലും പിന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ എല്ലാം ഫ്ലേവറിലുള്ളതാണ്. ആണിയിലിങ്ങനെ സോഡ അടിച്ചിട്ട് ഇങ്ങനെ നല്ല രസം കാണാൻ. കുടിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല അനിയത്തിയുടെ ഭർത്താവ് അതുപോലെ അടിച്ചു നോക്കുകയാണ്. അത് സോഡ ഒഴിച്ചതിന് ശേഷം എൻ്റെ മൂത്ത ആങ്ങള എൻ്റെ ഇക്കാക്ക അത് സ്പൂണിട്ട് ഇങ്ങനെ കലക്കി എല്ലാവർക്കും സെർവ് ചെയ്യാണ്. അതിനുശേഷം അവൻ കുടിച്ചിട്ട് എല്ലാവരോടും അതിനെപ്പറ്റി വിവരിക്കുമായിരുന്നു എന്നോട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പച്ചമുളക്, ഐസ്, പിന്നെ സോഡ, മുന്തിരി, പിന്നെ എന്തോ ടേസ്റ്റ്, മധുരം, ഷുഗർ ഇങ്ങനെ തുടങ്ങിയ പ്രൊഡക്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. ഇതാണ് ജംഷീർത്ത ഉമ്മാടെ ചേട്ടത്തിയുടെ മോള്. ഇവരുടെ കടയാണിത്. ബാക്കി കിട്ടാത്തവർക്ക് വേണ്ടി എടുക്കുകയാണ്. ജംഷീർത്ത എടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ കുടിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് അടിപൊളിയാന്ന് പറയാണ്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ അവിടെ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു.